ഇലകളെ മറച്ച് വെണ്മ പൊഴിക്കുന്ന പൂക്കൾ. പരിസരങ്ങളുടെ ആകെ ശ്രദ്ധ തന്നിലേക്ക് ആവാഹിച്ച് മന്ദസ്മിതം വിതറുകയാണവ. കാഴ്ചരസം പകരുന്ന അപൂർവതയാണ് ഇവിടെ മുട്ടിട്ട് നിറയുന്നത്. മണിമുല്ലയെന്നും നാഗമുല്ലയെന്നും അറിയപ്പെടും. കൊടുക്കുന്ന വെള്ളത്തിനും വളത്തിനും അനുഗുണമായി വള്ളി വീശിപ്പായുന്ന പ്രകൃതം. നവംബർ ഡിസംബർ മാസങ്ങളിലായി വസന്തം സമ്മാനിക്കുന്ന വള്ളിച്ചെടി. മണ്ണൂർ വീടിനും പരിസരത്തും പ്രഭാതങ്ങൾക്കിപ്പോൾ പൂക്കളുടെ നറുമണമാണ്. 5 വർഷങ്ങൾക്ക് മുൻപ് ഓൺലൈനിൽ വാങ്ങിച്ച ചെടി പടർന്നു പന്തലിച്ച് ഒരു പുഷ്പോത്സവം തന്നെ തീർത്തിരിക്കുകയാണ്. ആദ്യം എനിക്ക് ചെടിയോടൊക്കെ വലിയ ഇഷ്ടമുള്ള കൂട്ടത്തില്ല. താമര ഞാൻ അങ്ങനെ ഓൺലൈനിൽ 28 വെറൈറ്റി ഉണ്ടായിരുന്നു താമര. അപ്പോൾ അങ്ങനെ അതും ഓൺലൈൻ വഴിയല്ല മേടിക്കുകയും ചെയ്തു, സെയിലും ചെയ്തു. ഒത്തിരി ട്യൂബർ ഞാൻ കൊടുക്കുകയും ചെയ്തായിരുന്നു. അങ്ങനെ മേടിച്ചതാണ്. മണ്ണൂരെന്ന് പറഞ്ഞതിനെക്കാട്ടിലും കൂടുതൽ ചെടി കയറി കിടക്കുന്ന വീടെന്നാ എല്ലാവരോടും പറയുന്നത്. അത് അറിയാവുന്ന കൂടുതൽ പേർക്കും. അയിരൂർ കാഞ്ഞിറ്റുകരയിലെ ഈ വസന്തകാലത്തിന്റെ യഥാർത്ഥ ആസ്വാദകർ കുഞ്ഞിക്കിളികളും തേനീച്ചകളും പൂമ്പാറ്റകളുമാണ്. നാഗമുല്ലിയുടെ വസന്തകാലം മുൻകൂട്ടി അറിഞ്ഞ് തേൻകൊതിയോടെ വള്ളികളിൽ തന്നെ കൂടൊരുക്കുന്ന ചെറുകിളികളുമുണ്ട്. കാണുന്ന ഒരു ഭംഗിയില്ലേ, മനസ്സിനൊരു കുളിർമയേകുന്ന ഒരു അനുഭവമാണ്. പിന്നെ നല്ല ശുദ്ധമായ വായു കിട്ടും. വേനൽക്കാലത്ത് നല്ല തണുപ്പ് വീടിനുള്ളിൽ ലഭിക്കും. പിന്നെ ഒരുപാട് ഗുണങ്ങളുണ്ട്. ചെടികളെയും പൂക്കളെയൊക്കെ സ്നേഹിക്കുന്ന ഒരു കുടുംബമാണ്. എല്ലാവരും ഇത് ഈ പാത പിന്തുടരണമെന്നാണ് എൻ്റെ അഭിപ്രായം. ചെറുതണുപ്പുള്ള രാത്രികളുടെ അവസാന താളിൽ വെളിച്ചം വന്നെത്തി നോക്കുന്നിടത്താണ് തേന്മണം പൊഴിച്ചുകൊണ്ടിവ കണ്ണു ചിമ്മി നിറയുക. കൊഴിഞ്ഞു പോകുന്നതിനേക്കാൾ എണ്ണത്തിൽ ഏറെയുണ്ടെന്ന ഉറപ്പോടെ നാഗമുല്ല തൊട്ടടുത്ത നാൾ മൊട്ടുകളെ പെറ്റിടുകയും ചെയ്യും. സുധീഷ് തിരുവല്ലയ്ക്കൊപ്പം CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട. CK അഭിലാൽ തന്നെ നമ്മുടെ കൂടെ ഉണ്ട്. അഭിലാലെ, ഈ ഒരു സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടേക്ക് ചെന്നപ്പോൾ അഭിലാലും ടീമും നോക്കി നിന്ന് പോയിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. എത്ര മനോഹരമായ കാഴ്ചയാണ് മണിമുല്ല അങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നത്. ആ വീടിന് മുകളിൽ ആകെ പന്തലിച്ചിങ്ങനെ പൂത്തുലഞ്ഞു നിൽക്കുന്നത്. ആ തേനീച്ചകൾ, പൂമ്പാറ്റകൾ മനോഹരം തന്നെയായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ചെടികളെയൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നത് എന്ന് പറയുമ്പോൾ ഇത് മാത്രമല്ലല്ലോ, ചുറ്റുപാടും മറ്റു ചെടികളൊക്കെ ഉണ്ടാകുക എന്നാണ് മനസ്സിലാക്കുന്നത്. ആ വീട്ടിലെത്തിയപ്പോൾ ആ ഒരു അനുഭവം എന്തായിരുന്നു? അക്ഷരങ്ങളെ അന്വർത്ഥമാക്കുന്ന തരത്തിൽ അത്ര മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ്. മണിമുല്ല ഇത്ര മനോഹരമായി പൂത്തു നിൽക്കുന്ന ഒരു കാഴ്ച ഞാൻ നേരിൽ മറ്റെവിടെയും കണ്ടതായി ഓർക്കുന്നു പോലുമില്ല. ഇതിൻ്റെ ചിത്രങ്ങൾ അയച്ചു തന്നിട്ട് മാതൃഭൂമി ഫോട്ടോഗ്രാഫർ അരവിന്ദ് ലെനിനാണ് വിശേഷങ്ങൾ പറഞ്ഞത്. ആ ഫോട്ടോയിലെ കാഴ്ചയിൽ തന്നെ ഏറെ ആകർഷണീയമാണെന്ന് തോന്നുകയും അങ്ങനെ സ്ഥലത്ത് എത്തുകയുമാണ് ഉണ്ടായത്. ദമ്പതികൾ അജയ്കുമാറും ബീനയും ചെടി പരിപാലനത്തിൽ വലിയ താല്പര്യമുള്ള ആളുകൾ തന്നെയാണ്. 5 വർഷം മുൻപ് ഇതൊരു ചെറിയ തൈയായി നട്ട് തുടങ്ങിയ ഘട്ടത്തിലാണ് പരിപാലനത്തിന് ഏറെ ശ്രദ്ധ വേണ്ടിയിരുന്നത്. ദിവസവും വെള്ളം ഒഴിക്കുമായിരുന്നു, ഇടയ്ക്കൊക്കെ തന്നെ വളവും നൽകുമായിരുന്നു. പിന്നീട് ചെടി വളർന്ന് മട്ടുപ്പാവിലേക്ക് കയറിയതോടുകൂടി കാര്യമായ ശ്രദ്ധ വേണ്ടി വന്നില്ല എന്നാണ് ദമ്പതികൾ അവരുടെ അനുഭവത്തിൽ നിന്ന് പറയുന്നത്. 2 വർഷം മുൻപാണ് ചെടി ആദ്യമായി പൂവിട്ടത്. കുറച്ച് പൂക്കൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. പിന്നീട് ഇത് 2ാം വർഷത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇക്കുറി കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ പൂക്കൾ ഉണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. ഈ അല്പം തണുപ്പൊക്കെയുള്ള കാലയളവിൽ, പ്രത്യേകിച്ച് വൃശ്ചികം, ധനു, മകരമാസ കാലയളവിലാണ് ഈ ചെടി പൂവിടുന്നത്. ഒരു 1.5 മാസ കാലയളവിൽ മാത്രമേ ഈ വസന്തകാലം ഒതുങ്ങി നിൽക്കുകയും കൂടിയാണ്. എന്തായാലും ആ മേഖലയിലെ എന്തായാലും ആ ഒരു ഇപ്പോൾ പറഞ്ഞു വന്നതും അതായിരിക്കും. ആ ഒരു മേഖലയിലാകെ എന്തായാലും ആ ഒരു നല്ലൊരു അനുഭവം പകരുന്ന തരത്തിലാണല്ലേ ആ മണിമുല്ല അങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നത്.